കൃപയുടെ വരിശമനുദിനമനുഭവിപ്പതിനരുളണേ. സഭയാകുമീ പുഷ്പമാം സാധു നൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പി ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ഇവിടെ പൗലോസ് തൻ്റെ ജീവിത ലക്ഷ്യം പറയുകയാണ്. ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൻ ലഭിച്ചു, പൂർണ്ണനായി തീർന്നു എന്നല്ല. നമുക്കറിയാം, ക്രിസ്തുയേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. എന്നാൽ ആ ശ്രേഷ്ഠത പൂർണ്ണമായി തനിക്ക് ലഭിച്ചു എന്ന് പൗലോസ് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കാര്യത്തിലൊന്നും താൻ പൂർണ്ണമായി തനിക്കത് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. പൗലോസിന്റെ ഈ മനോഭാവം ആത്മീയ ജീവിതത്തിൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നതാണ്. ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പുരോഗതിയിൽ സംതൃപ്തരാകുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവവൈതലാണ്, ഞാൻ സ്വർഗത്തിൽ പോകും എന്നതിൽ സംതൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായി പുരോഗതി കൈവരിക്കുവാനോ കർത്താവിന് വേണ്ടി പ്രയോജനകരമായി ജീവിക്കുവാനോ ആത്മീയമായി വളരുവാനായിട്ടോ കഴിയുന്നതല്ല. പൗലോസ് പറയുന്നതാണ്, ഞാൻ എല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങൾ, ആത്മീയമായ ഉയർച്ച പൂർണ്ണമായി എനിക്ക് ലഭിച്ചു എന്നുള്ളതായ ഒരു ചിന്ത പൗലോസിനില്ല. അത് പൗലോസിനെ കൂടുതൽ ആത്മീയ അപൂർത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത് തികഞ്ഞവനായി എന്നോ അല്ല. ഇവിടെ തികഞ്ഞവനായി എന്ന് പറഞ്ഞാൽ പൗലോസിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിൽ, അതിന്റെ പൂർത്തീകരണത്തിൽ എത്തി എന്ന് പൗലോസ് അവകാശപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൗലോസിന്റെ ആഗ്രഹം ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറണം എന്നുള്ളതാണ്. ഇവിടെ തികഞ്ഞവനായി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ആശയം ആത്മീയമായി സമ്പൂർണതയിലെത്തി, അല്ലെങ്കിൽ ആത്മീയമായി പൂർണ്ണമായ വികാസം പ്രാപിച്ചു, ആത്മീയമായി പക്വതയുടെ പൂർണ്ണതയിലെത്തി, അങ്ങനെ ഒരു ചിന്തയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദൈവം പൗലോസിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിന്റെ പൂർണ്ണതയിൽ, ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണതയിൽ പൗലോസ് എത്തിയിട്ടില്ല എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. എന്നാൽ തന്റെ ലക്ഷ്യം അതാണ്. ആ നിലവാരത്തിലേക്ക് ഉയരുക, ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുക, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. അതിൽ പൂർണ്ണതയിലെത്തി എന്ന് പൗലോസ് അവകാശപ്പെടുന്നില്ല. തന്റെ ജീവിതത്തിലെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെ തന്നെ അലട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുയേശു നൽകിയിരിക്കുന്ന ആത്മീയമായ പൂർണ്ണത, നാം ക്രിസ്തുയേശുവിൽ സ്ഥാനീയമായിട്ട് തികഞ്ഞവരാണ് എന്ന് പൗലോസ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആത്മീയമായ തികവ് പ്രായോഗിക തലത്തിലേക്ക് എത്തിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ തികവിലേക്ക് നാം എത്തിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ആ മഹത്വമുള്ള ശരീരത്തോടെ നാം അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോഴാണ് ആ പൂർണ്ണതയിലേക്ക് നാം എത്തുന്നത്. എന്നാൽ ആ പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ ആത്മീയമായ പക്വതയിലേക്ക്, ആത്മീയമായ വളർച്ചയിലേക്ക്, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ളതായ ആഗ്രഹവും താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും ആവശ്യമാണെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ആത്മീയമായിരിക്കുന്ന പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല.
എന്നാൽ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസ് ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു. നമുക്കറിയാം, അതുവരെ ക്രിസ്ത്യാനികളെ പിടിക്കാൻ പോയ പൗലോസ് ആ നക്ഷത്ര നേരത്ത് വലിയ സൂര്യനെ കവിയുന്ന പ്രകാശം തൻ്റെ മേൽ ഉദിപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശബ്ദമേറിയ ആ ഉന്നതമായ ശബ്ദം കേട്ട് യേശു ക്രിസ്തുവിലേക്ക് പോയ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട, യേശു ക്രിസ്തുവിലായിത്തീർന്ന, ക്രിസ്ത്യാനിയായി മാറിയ, രൂപാന്തരം സംഭവിച്ച ഒരു പൗലോസിനെ കുറിച്ചാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. പൗലോസ് ആ കാര്യം പറയുന്നു, ക്രിസ്തുവിനെ നേടുക, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നേടി ആ നേട്ടത്തോട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ആ നേട്ടത്തിൽ പുരോഗതിയിലേക്ക് വരിക, ആ നേട്ടത്തിന്റെ അപൂർത്തിയിലേക്ക് വരുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പൗലോസ് അത് രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് തന്നെ ചോദിക്കുന്നത്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് ആ നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ വെച്ച് അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യൻ വരികയും പൗലോസിനോട് തന്നെ കുറിച്ചുള്ള കർത്താവിന്റെ കാര്യപരിപാടി വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തു എന്നെ പിടിച്ചു, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ക്രിസ്തുയേശുവുള്ള പക്വത, ക്രിസ്തുയേശുവിനോട് അനുഭവപ്പെടുക, തൻ്റെ പാപങ്ങളുടെ മേൽ പൂർണ്ണമായി ജയം നേടുക, വിശുദ്ധ ജീവിതത്തിന്റെ പടവുകൾ മുന്നോട്ട് പോവുക, ആ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ളതായ ഒരു ശ്രമം, പിന്തുടർച്ച പൗലോസ് ഇവിടെ നടത്തുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. യേശു ക്രിസ്തുവിന്റെ ആ വിളി, ക്രിസ്തുയേശുള്ള പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക എന്ന് താഴോട്ട് വരുമ്പോൾ നാം കാണുന്നുണ്ട്. അപ്പോൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു പടയാളിയെ, ഒരു ഓട്ടക്കാരനെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്തുടരുന്ന പൗലോസ് ഇത് തീമോത്തിയോസിനോട് പറയുന്നതായിട്ട് നമുക്ക് തീമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ കാര്യം വായിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, തീമോത്തിയോസിനോട് പറയുകയാണ്, 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹം വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസന നല്ല പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇപ്പോൾ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, നീ ഒന്ന് പിന്തുടരണം. നീതിയെയും ഭക്തിയെയും വിശ്വാസത്തെയും സ്നേഹത്തെയും ക്ഷമയെയും സൗമ്യതയൊക്കെ പിന്തുടരുക. അത് നേടുവാൻ വേണ്ടി, അത് കൂടുതൽ ആർജിക്കുവാനായിട്ട് ശ്രമിക്കണം എന്ന് പൗലോസ് തീമോത്തിയോസിനോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പിന്തുടരുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിരിക്കുന്നത്. ആത്മീയമായ വളർച്ചയിലേക്കുള്ള ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു പിന്തുടരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആത്മീയമായ അപൂർത്തിയിലേക്ക് വരുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഈ സമയത്ത് പരിശോധിക്കുവാനും ആ വലിയ പൗലോസിന്റെ ആഗ്രഹം നമുക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ഉള്ള ആത്മീയ അവസ്ഥയിൽ സംതൃപ്തരാകാതെ ഉന്നതമായ ആത്മീയ അനുഭവങ്ങളിലേക്ക് ഉയരുവാനും കർത്താവിന് ഏറ്റവും മഹത്വമേറിയതായ ഒരു ജീവൻ നയിപ്പാനും ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.